അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനും ചേച്ചിമാരും ഒരു ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് ദിവസമായിട്ടോ നമ്മളിങ്ങനെ പറയുന്ന എല്ലാവർക്കും കൂടണം, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ. ഇതാ ഇതിലൊരാൾ മിസ്സാട്ടോ, എൻ്റെ മൂത്ത ചേച്ചി. അപ്പോൾ ഞങ്ങളിതാ പോണ വഴിക്ക് കണ്ട കാടുമേടൊക്കെ ഞാൻ പറിച്ച് നോക്കിയിട്ടുണ്ടെന്ന്. ഇത് എത്ര പേര് കളിച്ചിട്ടുണ്ട്, അയ്യോ ഇത് കണ്ടോ, ഇത് ഞാൻ കുഞ്ഞായപ്പോൾ സൂര്യകാന്തി പോവാന്നും പറഞ്ഞ് പറിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ കുറേ വയലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ വിചാരിക്കും അമ്പൽപ്പൂ എടുത്തിട്ട് ഗ്ലാസ്സിലോ കുപ്പിയിലോ വെള്ളത്തിലോ ഇട്ടിട്ട് ഇങ്ങനെ വെക്കണമെന്ന്. വീട്ടിലൊരു എക്കോറിയത്തിൽ ഞാൻ അമ്പൽ നട്ടിട്ടുണ്ടായിരുന്നു, ഞാനല്ല ചിത്തോടെ നട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കിതിനെപ്പറ്റി വല്ലാണ്ട് ശ്രദ്ധിക്കാനൊന്നും അറിയാത്തത് കൊണ്ട് അതിലങ്ങനെ പൂവിടാറൊന്നുമില്ല. ഇനി ചിത്തോടൻ വന്നിട്ട് ചിത്തോടൻ അതിലെന്തൊക്കെയോ ചെയ്തിട്ട് പൂവൊക്കെ വിരിയിപ്പിക്കും എന്നൊക്കെയാണ് പറയണത്. ഇത് കണ്ടോ, ഇതൊരു സ്പെഷ്യൽ ഡ്രിങ്കാട്ടോ. ഉലുവയും ശർക്കരയും ജീരകവും ഒക്കെ ഇട്ടിട്ട്. എൻ്റെ ഒഫീഷ്യൽ ബ്യൂട്ടീഷ്യനാണ് എൻ്റെ ചേച്ചി. പിരികം ത്രെഡ് ചെയ്ത് തരുന്നതും ഫേഷ്യൽ ചെയ്ത് തരുന്നതും മുടി കളർ ചെയ്യുന്നതും മുടി വെട്ടി തരുന്നതും ഒക്കെ എൻ്റെ ചേച്ചിയാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ മൂന്നാളും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. ചിക്കനും മീൻ കറിയും പിന്നെ പരിപ്പിൻ്റെ കറിയും മുരിങ്ങേൻ്റെ ഇലേൻ്റെ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അതെല്ലാം കൂട്ടിയിട്ട് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. പിന്നെ മോളും മനും ഒക്കെ തിരിച്ച് വരും 4 മണിയാകുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് വീട്ടിലെത്തണം. എന്നെ കണ്ടിട്ടില്ലെങ്കിൽ സങ്കടമാട്ടോ രണ്ടുപേർക്കും. അതുകൊണ്ട് സ്കൂൾ വിടുന്ന സമയമായും കൂടി ബസ്സിൽ അത്രയും തിരക്ക് പിടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. കുറച്ചേരം ഒന്ന് റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ചെയ്തത് എല്ലാ മുട്ടുകളും ഗ്ലാസ്സിലെടുത്ത് വെച്ചതാണ്. ചിലപ്പോൾ നാളെ ബാക്കി മുട്ടുകളൊക്കെ വിരിഞ്ഞ് എല്ലാവർക്കും കാണിച്ചു തരാം.